ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കമ്മുപ്പല്ലു. ഞാൻ പല്ലവി കൃഷ്ണയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഒരു ഓൾഡ് ചർച്ചിലേക്കാണ് പോകുന്നത്. ക്രിസ്മസിലൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഒന്ന് നമുക്ക് പോവാം കേട്ടോ. രാത്രി 10 മണിയായെങ്കിലും നല്ല റോട്ടിൽ നല്ല പോലെ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് സ്വെറ്റർ ഒക്കെ ഇട്ടേക്കുന്നത്. സ്വെറ്റർ തൊപ്പി എന്ന് പറയുമ്പോൾ അത് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊപ്പി ഊരി കേട്ടോ. ഞാൻ ഓരോ ഇരുമ്പ് കഷ്ണത്തിൽ ഇങ്ങനെ ചാടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ക്രിസ്മസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്റ്റാർസ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം സ്റ്റാർസ് എന്തിനാ ക്രിസ്മസ് വയ്ക്കുന്നതെന്ന്? എനിക്കറിയാം കേട്ടോ. സ്റ്റാർസ് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ യേശുവിനെ കണ്ടുപിടിക്കാനായിട്ട് ആ വരി കാണിച്ചു കൊടുത്തത് സ്റ്റാർസ് ആണ്. ചർച്ചിൻ്റെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ എത്തി കേട്ടോ. അവിടെ നല്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, ഒപ്പം ബലൂൺസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല സ്റ്റാർസൊക്കെ വെളിയിൽ നിന്നേ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം നോക്കുമായിരുന്നു ഇതിൽ കൂടെ കയറണമെന്ന്. പിന്നെ നമുക്ക് മനസ്സിലായി വേറൊരു കുഞ്ഞ് വരുന്നുണ്ട്, അതിൽ കൂടെ നമ്മൾ കയറി കേട്ടോ. പിന്നെ ഇവിടെ വലിയൊരു സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റാർ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇതാണ് അപ്പം നമ്മൾ ചർച്ചിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു വഴിയാണ്. ഇതാണ് ചർച്ച് കേട്ടോ. മുകളിൽ വലിയ സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയൊരു ക്രിസ്മസ് ട്രീ, അതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈഡിലായിട്ട് വേറെ ഒരു ചെറിയൊരു ചർച്ച് ഉണ്ടായിരുന്നു. പിന്നെ കസേരയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ പ്രേയറിനൊക്കെ വേണ്ടി വരും. പക്ഷെ ഇപ്പം നമ്മൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് അത്ര പേരിനൊന്നും കണ്ടില്ല. പിന്നെ മറ്റേ നിങ്ങൾ കാണാൻ പറ്റിയ വലിയ ക്രിസ്മസ് ട്രീ, ആക്ച്വലി അത് ഒരു ബൾബ് കളർ ബൾബ് വെച്ചിട്ട് റിയൽ ട്രീൻ്റെ മുകളിലൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് വിചാരിക്കും ഇത് ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കും അത് റിയൽ ആണെന്ന്. പക്ഷെ അത് റിയൽ അല്ല കേട്ടോ. എന്ന് വെച്ചാൽ റിയൽ ട്രീയിൽ ഇട്ടിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് അത് റിയൽ ക്രിസ്മസ് ട്രീ ആണെന്ന്. പക്ഷെ അല്ല കേട്ടോ. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര വൈബൊന്നും കിട്ടത്തില്ല. പിന്നെ ചർച്ചിൻ്റെ അകത്തായിട്ട് വലിയ കറോളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം സെക്യൂരിറ്റിയും പോലീസൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം കുറേ ആൾക്കാർ വരാൻ പോവല്ലേ, അപ്പോൾ ഇച്ചിരി റഷ് ആയാൽ കഴിഞ്ഞാലോ. അപ്പം അതൊക്കെ മാനേജ് ചെയ്യാനാണ് കേട്ടോ പോലീസൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അതിന് സൈഡിലായിട്ട് സെമിത്തേരിയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അകത്തായിട്ട് കരോൾ നടക്കുമല്ലേ, അത് മാത്രമല്ല ഡ്രംസിൻ്റെയൊക്കെ ശബ്ദവും കേൾക്കുന്നുണ്ട്. ഡ്രംസ് അല്ല, ട്രംപറ്റ്, ഫ്ലൂട്ട്, അതേപോലെ കുറേ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ലൈറ്റ് വെച്ചുകൊണ്ട് നല്ല കളർഫുള്ളും ആയിരുന്നു കേട്ടോ വെളിയിൽ നിന്ന്. ഇതാണ് അതിൻ്റെ വെളിയിലായിട്ടുള്ള ഒരു പുൽക്കൂടുണ്ട് കേട്ടോ. യേശുവിന് ഇതുവരെയായിട്ട് വെച്ചിട്ടില്ല, കാരണം നാളെ ഇന്ന് രാത്രിയാണ് വെക്കുന്നത്. പിന്നെ നല്ല രസമായിരുന്നു, പുല്ലൊക്കെ വെച്ചിട്ട്. അതിൻ്റെ പുറകിലായിട്ട് കുറേ ചർച്ചും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുല്ലൊക്കെ വെച്ചിട്ട്, ഫേക്ക് പുല്ലൊക്കെ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഫയർ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു, ആടും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു വരിയും കൂടെ ഉണ്ടായിരുന്നു. ഈ വരി പുറകിലായിട്ടാണ് ഇത് കേട്ടോ. അവിടെ ഒരു വലിയൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പോസസൊക്കെ എടുത്തിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടതിൽ ഏറ്റവും വലിയ പുൽക്കൂടാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അകത്ത് വീണ്ടും വരാമെന്ന് തീരുമാനിച്ചോ. നമ്മൾ അകത്ത് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ ലേറ്റായ കേട്ടോ. 10 മണിക്കായെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വരാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചു. പിന്നെ ഒന്നും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു സംഭവം നിങ്ങൾ കണ്ടോ, ആ സ്റ്റാർ ഒന്നിനെ ഹോൾഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ പ്ലാന്റ്സിൻ്റെ കളർ ഗ്രീൻ അല്ലേ, അപ്പോൾ ആ ഗ്രീൻ വെച്ചിട്ടും ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തു. ഗാർഡൻ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു കേട്ടോ. എല്ലാം അവിടെ നോക്കാൻ പറ്റില്ല. പള്ളിയുടെ അകത്ത് ഇച്ചിരി അങ്കിൾമാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞ് അത് പാടാൻ പോകുന്ന സിംഗേഴ്സൊക്കെയാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടെ താഴെ നോക്കുമ്പോൾ യേശു ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു ഹാൻഡ് ഫ്ലിപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു, പക്ഷെ അവിടെ ആൾക്കാരൊക്കെ ഇല്ലേ കാണുന്നില്ല. അത് മാത്രമല്ല ലൂസായിട്ടുള്ളതാണ്. പിന്നെ ലാസ്റ്റ് തീരുമാനിച്ചു, പക്ഷേ അതൊരാൾ വന്നിട്ട് ബ്ലോക്ക് ചെയ്തു. പിന്നെ
ചെയ്തു കേട്ടോ. ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, എന്നാലും ഇനി ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വരി നോക്കാനായിട്ട് നമ്മൾ പെട്ടുപോയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ ഏത് വരിക്കൂടെ പോകണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. കാരണം അവിടെ എന്തോ പറയുന്ന അത്ര റഷ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും നമുക്ക് അവിടെ നിന്ന് പോകണമെന്ന് ഒരു ഇതില്ലായിരുന്നു കേട്ടോ. സാധാരണ നമുക്ക് റഷൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. പക്ഷെ ഇവിടെ അത്ര റഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നടക്കാം. അത് മാത്രമല്ല നമ്മൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് അവിടെ അത്ര ആൾക്കാരൊന്നും ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ആൾക്കാരെ ഇച്ചിരി കണ്ടു. പിന്നെ 12 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് വലിയ പ്രേയറും പിന്നെ ഡ്രംസൊക്കെ വെച്ചിട്ട് നല്ലൊരു വൈബൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ നേരത്തെ എനിക്ക് സ്റ്റാർസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ലൈറ്റ്സ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഫ്ലിപ്പും കൂടെ ചെയ്യാമെന്ന് ചേച്ചിയെടുത്തെന്ന് പറഞ്ഞു കേട്ടോ. ആരും ഇത് അനുകരിക്കാൻ പാടില്ല, എന്നാലും ഞാൻ രസത്തിന് വേണ്ടി ഇത് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ വരക്കുറന്ന് പേടിച്ചില്ലെങ്കിലും ഞാൻ ഒരു വശം ചെയ്തു കേട്ടോ. ആരും ഇത് ചെയ്യല്ലേ. ചർച്ചിൽ പോയിട്ട് നല്ല പ്രാർത്ഥിച്ചിട്ട് വരാൻ വേണം കേട്ടോ. ഞാൻ ജസ്റ്റ് രസത്തിന് വേണ്ടി ഒരു വശം ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനലിലും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. അപ്പോൾ മെരി ക്രിസ്മസ്, ബൈ.